കുംഭമേളയെക്കുറിച്ചാണ് പറഞ്ഞത്. കുംഭമേളയെ പറ്റി പറഞ്ഞ കഥകളൊക്കെ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധം ഉണ്ട്. ഈ ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് തന്നെയാണ് പുറത്ത് എന്നുള്ളതിനാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നല്ലതാണ്. കുംഭമേളയുടെ അവസരത്തിൽ ഞാൻ ഈ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. ഈ കേന്ദ്രങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എൻ്റെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള പുസ്തകത്തിലുണ്ട്. കുംഭമേളയുടെ അവസരത്തിൽ പോകാത്തതിൻ്റെ കാരണം വളരെ വലിയ ജനത്തിരക്കിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. പക്ഷേ 24 മണിക്കൂറും നമ്മുടെ മനസ്സിൽ കുംഭമേള നടക്കുന്നുണ്ട്. മനുഷ്യ ശരീരം ശിവൻ ഒരിടത്ത്, ശക്തിയാകുന്ന പാർവതി വേറൊരിടത്ത്. സുഷുമ്ന എന്നൊരു നാഡിയുണ്ട്. അത് ചുറ്റും പിംഗള എന്ന നാഡികളുണ്ട്. സൂര്യനാഡി, ചന്ദ്രനാഡി. ഇതിനെ മുരുകന്റെ കഥയിലേക്ക് വരുമ്പോൾ വള്ളി ദേവയാനി എന്ന് പറഞ്ഞു. ഗംഗ, യമുന, സരസ്വതി എന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ നോക്കി നാം വിളിച്ചു. അതിനെയാണ് ഗംഗ, യമുന, സരസ്വതി എന്ന് പറയുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളാണ്. 3 നാഡികൾ ആണ്. ആ 3 നാഡികളും എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ ശരീരത്തിന്റെ അതേ രൂപമാണ് പ്രയാഗയിൽ നമ്മൾ കണ്ടത്. പണ്ട് അലഹബാദ് എന്നായിരുന്നു പേര്. ആ സമയത്ത് പ്രയാഗയിൽ ഞാൻ പോയിട്ടുണ്ട്. വ്യത്യസ്തത നിറഞ്ഞൊരു സ്ഥലം. ഒരു ബോട്ടില് തോണിയിലാണ് ആ ത്രിവേണി സംഗമത്തിലേക്ക് നമ്മൾ പോവുക. സരസ്വതി നദി ഭൂമിയുടെ അടിത്തട്ടിൽ സരസ്വതി നദി ഒഴുകുന്നുണ്ട്. നമുക്ക് ആ സരസ്വതി നദി കാണാനായിട്ട് കഴിയില്ല. നമ്മളിൽ സരസ്വതി ഉണ്ട്. ആ ഗംഗയും യമുനയും നമുക്ക് കാണാം. സരസ്വതിയുടെ ഒഴുക്ക് പറയാൻ കഴിയില്ല. തട്ടും പാൻറ്റും ഒക്കെ ധരിക്കാം. അടുത്ത വരി എന്ത് പറയണോ ആർക്കറിയാം? ഞാൻ എന്താ പറയാ എങ്ങനെ അറിയാം? സരസ്വതിയുടെ ഒഴുക്ക് ഗോപ്യമാണ്, സൂക്ഷ്മ രൂപത്തിൽ ആണ്. ഈ 2 നദികളും കൂടി ചേർന്ന് സംഗമിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാം. ഒരു തോണിയിൽ പോയിട്ട് ആ സംഗമ സ്ഥലത്ത് ഞാൻ അവിടെ ഇറങ്ങി എന്നാണ് ഓർമ്മ. വലിയ വെള്ളമില്ല, ചിലവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ തോണി പിടിച്ചിലൊക്കെ ഇറങ്ങാം. ആ യമുന എന്ന് പറയുന്നത്, ഗംഗ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലെ ഗംഗ തന്നെയാണ്. രണ്ടും 2 നിറമാണ്. ഞാൻ ആദ്യം പ്രയാഗിൽ പോകുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നത് ഇതൊക്കെ കവിഭാവനയല്ലേ കുറെയൊക്കെ എന്ന് വിചാരിച്ചു. 2 നദി, വെള്ളമല്ല ഒന്നല്ലേ. നമ്മുടെ കിണറ്റിലെ വെള്ളവും അപ്പുറത്തെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. അല്ല, ആ സംഗമത്തിന് കൃത്യം അവിടെ എത്തിയപ്പോഴാണ് ആ നദി 2ഉം കൂടി ചേരുന്ന സ്ഥലത്ത് നദിക്ക് 2 കളറാണ്. അത് വ്യക്തമായിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ട അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അന്ന് പോയപ്പോൾ കാണാൻ പറ്റുന്ന അവസരവുമായിരുന്നു. ഗംഗ കുറച്ചും കൂടി ഒരു വൈറ്റ് കളറാണ്. യമുന എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബ്ലാക്കാണ്. 2 നിറമുള്ള നദികൾ ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് ഒരുമിച്ച് ഒഴുകുന്ന സ്ഥലമാണ് പ്രയാഗ. ഈ പ്രയാഗയാണ് ഇവിടെ. നമ്മുടെ ആജ്ഞാചക്രം അവിടെയാണ്. ഈ സൂര്യനാടിയും ചന്ദ്രനാടിയും കൂടി ഇത് വന്നു. സരസ്വതി നാടിയുണ്ട്, അതും ചേർന്ന് ഇവിടെ ചേരുമ്പോൾ ആ ജലത്തിലാണ് മുങ്ങുന്നത്.
കുളിക്കുന്നത് എന്തിനാ? എല്ലാവരും വിചാരം ചളി പോകാനാണ്. അല്ല, ചളി പോയിക്കോട്ടെ, ചളി പോകാനൊന്നുമല്ല കുളിക്കുന്നത്. AC റൂമിലാണ് വൈകുന്നേരം വരെ ഇരിക്കണത്, കാറും AC. അങ്ങനെ ചളിയൊന്നും വരില്ല. കുറേ സോപ്പിട്ട് പതപ്പിക്കുന്നതും വേണ്ട. കുളിർമ, അതിൽ നിന്നാണ് കുളി എന്നുള്ള വാക്ക് വന്നത്. ആ പശ്ചാത്തലത്തിലുമായിട്ട് ഇണങ്ങണം. ഇതാണ് കുളിർമ. അവിടെ വെള്ളത്തിൽ മുങ്ങണം. ആ സന്യാസിമാരിൽ വരുന്നവരെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രയാഗയിലത്തെ കുംഭമേളയെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രാമാനന്ദം പറഞ്ഞതാണ് ഓർമ്മ. അവര് എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കോടിക്കണക്കിന് ആളുകൾ എവിടേക്കാ പോണത്? അവർക്ക് കുപ്പായങ്ങളുണ്ടോ? റേഷൻ കാർഡുണ്ടോ? അവരെവിടെ താമസിക്കുന്നു? മണ്ണിന്റെ അടിയിലാ താമസിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തിയില്ല. അത്ര ആളുകളാണ്. ഒരു ഉയർന്ന മാനസികാവസ്ഥയാണ് ശരീരാഭിമാനം ഉപേക്ഷിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുക. ഞാൻ ശരീരമാണ് എന്ന ചിന്ത പാടില്ല. അല്ലാതെ നഗ്നത എന്നുള്ള വാക്കില്ല. ഡ്രസ്സ് ധരിക്കുന്ന ഞാൻ അവർക്കൊന്നുമില്ലല്ലോ. ഇവർക്ക് കുറെ പൈസയോ, എല്ലാവർക്കും പെൻഷനോ, മരുന്ന് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആസ്പത്രിയിലായ റീഇംബേഴ്സ്മെന്റോ ഒന്നും അവർക്കില്ല. ഇല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഒരു ആസ്പത്രിയിലായ ഉടനെ പേഷ്യൻ്റായ അവിടെ നഗ്നത ഇല്ല. ഇതുകൊണ്ടാണ് ഗോപസ്ത്രീകളുടെ വസ്ത്രം കൃഷ്ണൻ എടുത്തു മാറ്റി. അവര് വന്ന് വസ്ത്രം തരുമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞേ 2 കൈയും കൂപ്പി തൊഴുവെന്ന് പറഞ്ഞതിന്റെ കഥയ്ക്ക് ഒരു വ്യാഖ്യാനം വേണ്ട. കൃഷ്ണൻ അത് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞാലേ കഥയുള്ളൂ. നിങ്ങൾ ശരീരമാണോ എന്നാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണത്. ഉപ്പായ ഊരാൻ മടിയോ? നിങ്ങൾ ശരീരമാണ്. അല്ല, ഞാൻ ശരീരമാകുന്നു എന്ന അഭിമാനം അവിടെ പാടില്ല. 12 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ സെല്ലുകൾ മുഴുവൻ മാറും. 12 കൊല്ലമായി. ഞാൻ ആദ്യമൊക്കെ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷം എത്രയോ കൊല്ലങ്ങളായി. ആദ്യത്തെ വിചാരണല്ല ഇപ്പൊ സംസാരിക്കണ. മാറ്റം വന്നു. അമൃത TV-യിൽ 16 കൊല്ലട്ടോ സംസാരിച്ചു രാവിലെ. അന്ന് പേര് ധന്യമീ ദിനമായിരുന്നു, ഇപ്പൊ ധന്യമീ ജീവിതമാണ്. 12 കൊല്ലം കഴിയുമ്പോൾ എല്ലാ സെല്ലും മാറി. ഈ കാരണം കൊണ്ടാണ് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 12 കൊല്ലം. മഹാകുംഭമേളയിലേക്ക് എത്തുമ്പോ 12 144 എന്ന് പറയുമ്പോ ആകെ ബോഡിക്ക് ചേഞ്ച് വന്നു. കാരണം 144 കൊല്ലം, ഒരു ജന്മം 144 വയസ്സിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പല തവണയായിട്ട് 144 കൊല്ലം കഴിയുമ്പോഴാണ് ഒരംശവും ഇല്ലാത്ത രീതിയിൽ ഈ വ്യക്തി മാനസികമായിട്ട് ഉയരും. മനുഷ്യജീവിതത്തിൽ അനുഭവിക്കാവുന്ന വെച്ചാൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് മഹാകുംഭമേള. നമുക്ക് ഇനിയിപ്പോ 144 കൊല്ലം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. പക്ഷെ 12 കൊല്ലത്തിനുള്ളിൽ അവരുടെ കുംഭമേള ഉണ്ടാവും. അത് ഈ ബാക്കി കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. ലോകമുള്ളിടത്തോളം കാലം കുംഭമേള ഉണ്ടാകും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ധന്യമീ ജീവിതത്തിൽ ഇത് പറയുന്നത് പെട്ടെന്ന് വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ള ലക്ഷ്യമല്ല. ഇത് ശ്രദ്ധിച്ച് ആദ്യം മുതൽക്കേ കേൾക്കണം എന്നുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഇത്ര ദിവസം തുടർച്ചയായിട്ട് കുംഭമേളയെക്കുറിച്ച് പറഞ്ഞത്. ശ്രദ്ധാപൂർവം കേൾക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം.